എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ മേടിച്ചിട്ട് ഒരു ബോൾട്ട് അയച്ചോളൂ, അപ്പൊ കൊടിഞ്ഞു പോയി. കംപ്ലൈന്റ് തിരിച്ചു കൊടുത്തിട്ട് അവർ പറയുന്നത് ഗ്യാരണ്ടി ഇല്ലാന്ന് പറയണേ. തപാരിയുടെ സാധനം മേടിച്ചതാ. സിബി ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഇത്തരം കംപ്ലൈന്റുകൾ നമ്മൾ വർക്ക്ഷോപ്പുകളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നിരന്തരം കേൾക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ പല സ്ഥലത്തുനിന്നും വില കുറവും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ബ്രാൻഡഡ് ആണെങ്കിൽ പോലും എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാവരും അങ്ങനെയല്ല, എന്നാലും മിക്ക സപ്ലൈസും ഇതിനെ എൻ്റർടൈൻ ചെയ്യുന്നില്ല. കാരണം അവർക്ക് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ വർക്ക്ഷോപ്പുകളിൽ സാധനങ്ങൾ അഴിക്കാനുള്ള ബുദ്ധിമുട്ട് തിരിച്ചറിയുന്ന നമ്മൾ ടൂൾ വണ്ടിക്ക് അത് മനസ്സിലാവും. കാരണം വർക്ക്ഷോപ്പിലെ ആളുകൾക്ക് അത് അഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവരുടെ വേദനകളും വേവലാതികളും നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ എ കാറ്റഗറി കസ്റ്റമേഴ്സിന് എല്ലാവർക്കും തന്നെ നമ്മൾ ഈ ടൂള് ഞങ്ങൾ ചെയ്യുന്ന ബ്രാൻഡ് തപാരിയ, ഈസ്റ്റ്മാൻ, സ്റ്റാൻലി അങ്ങനെയുള്ള ബ്രാൻഡാണെന്നും ഈ ഇമ്പോർട്ടഡ് അല്ലാത്ത ബ്രാൻഡാണെന്നും ആ പ്രശ്നം അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റും കൊണ്ട് ഉണ്ടായതാണ് നിങ്ങളുടെ കുഴപ്പമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ സമീപിക്കുക. ഈ ടൂള് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ചതല്ലെങ്കിൽ പോലും ഞങ്ങളത് നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് തേടിത്തരാനുള്ള ഇത് സ്വീകരിക്കും. പക്ഷേ ഇത് മാനുഫാക്ചറിങ് ആണെന്നും അത് നിങ്ങളുടെ കുഴപ്പമില്ലെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ അതിന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.